നമസ്കാരം, ഞാൻ ഡോക്ടർ പാർത്ഥസാരഥി, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഹെഡേക്ക് ആൻഡ് മൈഗ്രെയിൻ അവയർനെസ് മാസമാണ് ജൂൺ മാസം. എന്താണ് മൈഗ്രെയിൻ? ചെന്നിക്കുത്ത്, കുടിഞ്ഞി എന്ന് പല പേരിൽ അറിയപ്പെടുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. കൂടുതലും സ്ത്രീകളിലാണ് ഇത് അനുഭവപ്പെടാറുണ്ട്. തലയുടെ ഒരു വശത്തായിട്ടോ അല്ലെങ്കിൽ ഇരുവശത്തായിട്ടോ ഉണ്ടാകുന്ന ശക്തിയായുള്ള തലവേദന, അതോടൊപ്പം ഛർദി, ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ശബ്ദം കേൾക്കാനും പ്രകാശം നോക്കാനും ലൈറ്റിലോട്ട് നോക്കാനുമുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇതെല്ലാം മൈഗ്രെയിൻ്റെ ഭാഗമായിട്ട് വരാം. ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് ഒരു പ്രകാശ വലയം പോലെയോ ലൈൻസ് പോലെയോ റെയിൻബോ കാണുന്ന പോലെയോ ചില ഓറ എന്ന് പറയുന്ന ഒരു പ്രതിഭാസവും ഉണ്ടാകാം. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തലവേദനയാണ്. ഇത് സാധാരണ ഉണ്ടാകാനുള്ള പല കാരണങ്ങളിൽ ഒരെണ്ണം ഈ രാത്രിയിൽ ഉറക്കമില്ലായ്മയാണ്. പിന്നെ വെയിൽ കൊള്ളുക, ആഹാരം സമയം തെറ്റി കഴിക്കുക, മധുരം കൂടുതലുള്ള ആഹാരം കഴിച്ചാലും, ചോക്ലേറ്റ്, പായസം, മദ്യം എന്നിവ കഴിച്ചാലും തലവേദന മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴും ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടും തലവേദന കൂടാൻ സാധ്യതയുണ്ട്. മൈഗ്രെയിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെയിലത്ത് പോകുമ്പോൾ തൊപ്പിയോ കുടയോ കൂളിംഗ് ഗ്ലാസ്സോ വയ്ക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങുക, സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഒരു കാര്യം ഫോളോ ചെയ്യുക എന്നിവയാണ്. അത് കഴിഞ്ഞിട്ടാണ് മരുന്നിൻ്റെ പ്രാധാന്യം വരുന്നുള്ളൂ. അതേപോലെ തന്നെ എത്ര തവണ തലവേദന ഒരു മാസം വരുന്നു എന്നതനുസരിച്ചിട്ട് പല പല ചികിത്സാ രീതികളുണ്ട്. മൈഗ്രെയിൻ തലവേദനയാണെന്ന് കരുതി എല്ലാ തലവേദനയും നമ്മൾ വളരെ ലളിതമായിട്ട് എടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ശക്തിയായിട്ട് വരുന്ന തലവേദന, പനിയോടൊപ്പം ഉണ്ടാകുന്ന ശക്തിയുള്ള തലവേദന, തലവേദനയോടൊപ്പം കൈയിനോ കാലിനോ ബലക്ഷയം ഉണ്ടാകുക, പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുക, ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള തലച്ചോറിൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തലവേദനയാകാം. അപ്പോൾ ഇങ്ങനത്തെ തരം തലവേദനകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു ന്യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കുകയും കൃത്യമായിട്ട് ചികിത്സിക്കാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു.